വിജയമെന്ന് പറയുന്നത് വെറുതെ അങ്ങ് സംഭവിക്കുന്ന ഒന്നല്ല അല്ലേ? അത് നമ്മൾ പതുക്കെ പതുക്കെ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ചില ശീലങ്ങളുടെ ഒരു റിസൾട്ടാണ്. അപ്പോ ഈ ഒരു വിശകലനത്തിലൂടെ വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ പവർഫുൾ ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇത് നമ്മളിൽ പലരും ചിന്തിക്കുന്നൊരു കാര്യമാണ് അല്ലേ? ചിലർക്ക് മാത്രം എങ്ങനെയാണ് എപ്പോഴും വിജയം കിട്ടുന്നത്? അവർക്കെന്താ പ്രത്യേക ഭാഗ്യമുണ്ടോ? വെറും ലക്ക് കൊണ്ടാണോ ഇതൊക്കെ? അതോ, വിജയമെന്ന് പറയുന്നത് ഭാഗ്യത്തിനപ്പുറം നമ്മൾക്ക് തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണോ? യഥാർത്ഥത്തില് ഉത്തരം കിടക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളിലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കെട്ടിപ്പടുത്തുന്ന പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ചില സിസ്റ്റങ്ങളിലാണ്. ഈ സിസ്റ്റങ്ങളാണ് ശരിക്കും വിജയത്തിലേക്കുള്ള വഴി തുറന്നു തരുന്നത്. ശരി, അപ്പൊ നമുക്കിതിന്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഏതൊരു വലിയ കെട്ടിടത്തിനും നല്ല സ്ട്രോങ് ആയൊരു ഫൗണ്ടേഷൻ വേണമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ വിജയത്തിന്റെ കാര്യം. അതിനും വേണം ഒരു അടിത്തറ, ഒരു മാനസികമായ അടിത്തറ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനു പിന്നിലെയും എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ആ അടിത്തറ. ഈ മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മൈൻഡ് സെറ്റ്, അത് നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും ഒക്കെ രൂപപ്പെടുത്തുന്ന ഒന്നാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ്. ഈ സിസ്റ്റമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. വിജയകരമായ ഒരു ജീവിതത്തിന് 3 തൂണുകൾ പോലെയാണ് ഈ 3 മാനസികാവസ്ഥകൾ. ഒന്നാമത്തത് വളർച്ചയെ എപ്പോഴും സ്വീകരിക്കുക. അതായത് പരാജയങ്ങൾ വരുമ്പോൾ അത് ലോകാവസാനമാണെന്ന് കരുതാതെ അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകാനുള്ള പാഠങ്ങളായിട്ട് കാണുക. രണ്ടാമത്തത് നന്ദി ശീലിക്കുക. ഇത് വെറുതെ താങ്ക്സ് പറയുന്നതിലല്ല കാര്യം. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിനെ ഓർത്ത് വിഷമിക്കാതെ ഉള്ളതിന്റെ വില തിരിച്ചറിയുക എന്നതിലാണ്. ഈ ഒരു ചിന്തയുണ്ടല്ലോ, അത് നമ്മുടെ ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകും. ഇനി അവസാനമായിട്ട് സ്വയം മനസ്സിലാക്കുക. നമ്മുടെ കഴിവുകളും കുറവുകളും എന്തൊക്കെയാണെന്ന് സത്യസന്ധമായിട്ട് അറിയുക. അപ്പം നമുക്ക് എവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതും ആരുടെയെങ്കിലും സഹായം വേണമോന്നൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റായി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഈ മാനസിക അടിത്തറയുടെ മുകളിൽ എങ്ങനെ വിജയകരമായ പ്രവർത്തനങ്ങൾ കെട്ടിപ്പടുക്കാമെന്ന് നോക്കാം. ഇവിടെയാണ് അച്ചടക്കത്തിന്റെ റോള് വരുന്നത്. അച്ചടക്കം എന്ന് കേൾക്കുമ്പോൾ ഒരു ശിക്ഷ പോലെ തോന്നരുത്. സത്യത്തിൽ അത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു പാലം മാത്രമാണ്. നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെയും പൊട്ടൻഷ്യലിനെയും യഥാർത്ഥ പുരോഗതിയാക്കി മാറ്റുന്ന ഒരു എഞ്ചിനാണ് ഈ അച്ചടക്കം. ശരി, അപ്പോ അച്ചടക്കം എന്ന എഞ്ചിൻ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഇന്ധനം വേണ്ടേ? അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. വിജയത്തിലേക്കുള്ള 4ാമത്തെ ശീലം നമ്മൾ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇനി ഈ സ്ലൈഡിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറുതെ തിരക്കിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം, മറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നതിലാണ്. വെറുതെ ബിസിയായിരിക്കുന്നതും പ്രൊഡക്റ്റീവായിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലേ? ഇത് ശരിക്കും ഒരു ദിവസത്തെ മൊത്തത്തിൽ മാറ്റാൻ കഴിയുന്നൊരു കാര്യമാണ്. അതായത് ഒരു ദിവസത്തിന്റെ തുടക്കം എങ്ങനെയാണോ അതുപോലെയായിരിക്കും മിക്കവാറും ആ ദിവസം മുഴുവനും. അപ്പോൾ ശക്തമായ ഒരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് രാവിലെ തന്നെ തീരുമാനിക്കുക. കുറച്ചുനേരം ശരീരമൊന്ന് അനക്കുക. പിന്നെ പുതിയ എന്തെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. ഇതാ ദിവസത്തിനൊരു ഉഗ്രൻ സ്റ്റാർട്ട് തരും. ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ മറ്റു 2 നിർണായക ശീലങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഇന്നത്തെ ലോകത്ത് അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി, അല്ലേ? 2, നമ്മുടെ ആരോഗ്യം, അത് സംരക്ഷിക്കുക. ഒന്നോർത്താൽ മതി, കാലിയായ ഒരു പാത്രത്തിൽ നിന്ന് നമുക്കൊന്നും പകരാൻ കഴിയില്ലല്ലോ. ശാരീരികമായും മാനസികമായും എനർജി ഇല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് പ്ലാനുകൾ പോലും വഴിയിൽ നിന്നു പോകും. അപ്പൊ നമ്മൾ എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ആര്? നമ്മുടെ ഒറ്റയ്ക്കുള്ള പരിശ്രമങ്ങളെ പല മടങ്ങ് വലുതാക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളാണ്. ബന്ധങ്ങളെന്ന് പറയുന്നത് വെറുമൊരു സോഷ്യൽ സംഗതിയല്ല. അത് വിജയത്തിലേക്കുള്ളൊരു സ്ട്രാറ്റജിക് എലമെന്റ് കൂടിയാണ്. നമുക്ക് സപ്പോർട്ടും പുതിയ അവസരങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഒക്കെ തരുന്നത് നമ്മുടെ ഈ ബന്ധങ്ങളാണ്. ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന 3 ശീലങ്ങളാണിത്. ഒന്നാമത്തേത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക. വെല്ലുവിളികൾ വരുമ്പോൾ ഒരു താങ്ങായി നിൽക്കാനും വിജയങ്ങൾ ആഘോഷിക്കാനും ഇങ്ങനൊരു സർക്കിൾ നമുക്ക് അത്യാവശ്യമാണ്. രണ്ടാമത്തേത്, ശ്രദ്ധയോടെ കേൾക്കുക. ഇത് മറ്റൊരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ മാത്രമല്ല, അവരുടെ ആവശ്യങ്ങളും പുതിയ അവസരങ്ങളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും. ഇത് ചിലപ്പോൾ പുതിയ സഹകരണങ്ങൾക്ക് വരെ വഴി തുറക്കും. ഇനി മൂന്നാമതായി, വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.
കാരണം ലോകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് മറ്റൊരാളിലേക്ക് ശരിയായി എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെ പോകും. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. വിജയം എന്ന് പറയുന്നത് വെറുതെ കുറേ കാര്യങ്ങൾ എഴുതിവെച്ച് ടിക്ക് ചെയ്തു പോകുന്നൊരു ചെക്ക് ലിസ്റ്റ് അല്ല, മറിച്ച് പരസ്പരം കണക്ട് ചെയ്ത് നമുക്ക് എനർജി തരുന്ന ശീലങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് കാര്യം. ഒരു ചെക്ക് ലിസ്റ്റ് നമ്മുടെ എനർജി കളയുമ്പോൾ ഒരു നല്ല സിസ്റ്റം നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് തരുന്നത്. ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ ശീലങ്ങളൊന്നും ഓരോന്നോരോന്നായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നവയല്ല. അവയെല്ലാം പരസ്പരം സപ്പോർട്ട് ചെയ്ത് ശക്തിപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ്. നമ്മുടെ മൈൻഡ്സെറ്റ് നമ്മുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നു, നല്ല പ്രവർത്തനം നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നു, ആ ബന്ധങ്ങൾ നമുക്ക് പുതിയ അവസരങ്ങൾ തുറന്നു തരുന്നു. കണ്ടില്ലേ, എല്ലാം കണക്റ്റഡാണ്. ഈ ഒരു വിശകലനം ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം. നമ്മൾ സംസാരിച്ച ഈ ശീലങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നത്? ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ പോകുന്ന ആ ഒരൊറ്റ ശീലം അത് ഏതായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്നിട്ട് പ്രവർത്തിച്ചു തുടങ്ങൂ. കൂടുതൽ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.